ഹാപ്പി ബർത്ത്ഡേ അപ്പു. അങ്ങനെ ഇപ്പൊ ആൾക്കാരെ കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ബർത്ത്ഡേ പറയുന്നത്. സംഭവം നമ്മൾ രണ്ടാളെയും ബർത്ത്ഡേ November 24 ഇന്നാമത് ഒരേ ദിവസമാണ്. അപ്പൊ ഇന്നലെ രാത്രി ചെറുതായിട്ട് കേക്കെല്ലാം മുറിച്ചല്ലേ. ഇപ്പൊ ജസ്റ്റ് എന്താണ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് കറങ്ങാൻ തിരിച്ചല്ലേ. അപ്പൊ ബാക്കി എന്താക്കാം വീഡിയോ കാണാം. ഫസ്റ്റ് നമുക്ക് ഷെയ്ഖ്സാദ് മോസ്കിന്റെ ഓപ്പോസിറ്റ് സ്ഥലം രാത്രി പോയിട്ട് ഫോട്ടോ എടുത്ത ലാസ്റ്റ് വെള്ളം വന്ന സമയത്ത് അവിടെ ഒന്ന് പോയിട്ട് എന്താക്കാം നമ്മള് ഫാമിലി ഫോട്ടോ എടുത്തിട്ട് എന്താക്കാം ബാക്കി യാത്ര പിന്നെ ചെയ്യാം. ഉള്ളിലായി പോയി നമ്മളെ സ്ഥലത്തൊന്ന് കിട്ടിയതാ. പള്ളി അപ്പുറത്തുണ്ട്. ഇതിന്റെ ഉള്ളിൽ അത് സ്ഥലം വരുന്നത്. ഇവിടെ പുതിയ ട്രാൻസാക്ഷൻ നടക്കുന്നില്ലേ? എന്തോ വരുന്നുണ്ട് ഉണ്ടാവായിരിക്കും. പള്ളിന്റെ നേരെ അങ്ങോട്ട് ആടുന്നും വരാൻ പറ്റും അല്ലേ? നടന്നു വരുന്നക്ക് ആടുന്നും വരാൻ പറ്റും. സംഭവം എന്തല്ലോ പരിപാടി ഉണ്ട് ഇവിടെ. എന്തോ ശേഖമാർ പരിപാടി ഉണ്ടോ? വാ, ഇതിന്റെ പേര് സ്ഥലത്തിൻ്റെ പേരെന്തിനും വാഹത്തൽ കറാമ. ഇത് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോവാ. അതാണ് നേരത്തെ ബബ്ബ പോയത്. അപ്പൊ അതടിച്ചാല് ഈ ലൊക്കേഷൻ കിട്ടും. വെള്ളമുണ്ട്. ഇതെല്ലാം വർക്ക് കിടക്കുന്നുണ്ടാ. ലൈറ്റെല്ലാം ഫിറ്റാക്കുന്നുണ്ട്. എന്തോ സംഭവമുണ്ട്. എനിക്കൊന്ന് ഷെയ്ഖുമാർ നമ്മളെ ബർത്ത്ഡേറ്റ് പരിപാടി ആക്കുന്നത് ഇന്ന് രാത്രി. എന്താണെന്നറിയാം, നോക്കാം. പള്ളിയെടുത്ത് വെച്ച് എന്ത് ചേച്ചി അടിപൊളി, നല്ല സീന്. ഫോട്ടോസെല്ലാം പരിപാടി കഴിഞ്ഞിട്ട് അടുത്തത് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലേ. വെയിലും പിന്നെ ഇവരെ കുട്ടികളെ കൊണ്ടൊന്നും നിൽക്കുന്നില്ല ഫോട്ടോഷോപ്പിൽ. അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് അപ്പോൾ ഇവിടുന്ന് ഇവിടെ പറയല്ലേ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെ വന്നത്? ദുബായോ ഫുജേരയോ? ഫുജേര 3 മണി 5 മണിക്ക് അടുത്താൽ ലൈറ്റ് വരെ അങ്ങ് പോയിട്ട് കാര്യമില്ല. പിന്നെ ദുബായ് തന്നെ എല്ലാം തോന്നുന്നു. ഓക്കെ, എവിടെയാലും ബാക്കി പിന്നെ ഈ വീഡിയോ കാണാം. ഉറപ്പിച്ചേട്ടാ, ഡെസേർട്ട് സഫാരി ഉറപ്പിച്ച്. ഫുജേര പോയാൽ ഇപ്പോൾ നടക്കൂല. കാരണം ഇപ്പോൾ ഓൾറെഡി എത്ര മണി? 2:30 മണിയില്ലേ? 3 മണിയായി. 3 മണിക്ക് എന്തായാലും ഫുജേര പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ ലൈറ്റിലും പോയി രസം ഉണ്ടാവില്ല. അതാണ് ഡെസേർട്ട് സഫാരി ഉറപ്പിച്ച്. എത്ര പറഞ്ഞാൽ 5 ആൾക്ക് വേണ്ടിയിട്ട് 220 ഉറപ്പ് പറഞ്ഞത്. ഓൺലൈനിൽ തപ്പി പിടിച്ചാൽ പോകുന്നത് 230 അല്ലേ? 230. അപ്പോൾ ബാക്കി എന്താക്കാം അവിടെ എത്തിച്ച് കാണാം. നമ്മളിപ്പോൾ എത്തി എന്നിട്ട് ലാസ്റ്റ് നമ്മളിതാ ലഹ്ബാബ് 2 ഇവിടെയാണ് ഡെസേർട്ട് ക്യാമ്പിൻ്റെ സെൻറ്റർ തോന്നുന്നത്. ഇവിടത്തേക്ക് വരാനാണ് പറഞ്ഞത്. നോക്കട്ടെ ഒക്കെ എന്താ അവസ്ഥ. വാല് വന്ന് കൈസ് കണ്ട ഞാനിട്ട് ഇത് ഫുഡിൻ്റെ ആക്ച്വലി നമ്മൾ എത്തി കേട്ടോ. ഡെസേർട്ട് ക്യാമ്പിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിച്ചിട്ട് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന്. ഇനി ബാക്കി വീഡിയോ കാണാം. എന്താ അവസ്ഥ ഇവിടുത്തെ എൻട്രി ഫീൽ എങ്ങനെയാ? എൻട്രി ഫീ ഇപ്പോൾ ഒരു പ്രൈവറ്റ് വണ്ടിക്ക് എത്ര 210 ദിവസം അടിച്ചത്. ശരിക്കും അതിന് കുറച്ച് കിട്ടും അടി കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് എന്താക്കില്ല. എന്താ ലേറ്റ് ആയില്ലേ? സമയമായി. സമയത്ത് 5 മണിക്ക് ഇവിടെ ഇപ്പോൾ ദുബൈയിൽ 5:45 ആകുമ്പോഴത്തേക്ക് എന്താവും? ഇരുട്ടാ കാണിച്ചെടുക്കാം. ഓൾറെഡി സൺസെറ്റ് വരാനായി. അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്താക്കുക, അടി കഴിഞ്ഞ് ചോദിച്ചാൽ ഒരു 150 കിട്ടിട്ടില്ലേ? 150 കിട്ടും. ഒരു ഫുഡ് ഉണ്ട് തന്നെ പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളൊക്കെ അറിയാം. അതാ മോനെ, ഇതാ നമ്മളെ ഡ്രൈവർ. ഓന്റെ കയ്യില് നമ്മളെ ജീവനുള്ള ഇത് മരിക്കണം. കണ്ട് ഫോൺ നോക്കി ചന്തിക്കോ, നോക്കണ്ട. അക്കോഞ്ചല് പോകാൻ തന്നെ കേട്ടാ. പാർക്ക് 20 കഴിഞ്ഞ്
ഇത് ആരാ മുറ്റി ചങ്ങയാ ചാച്ചി ആരാ ചാച്ചി പുതിയ സൂപ്പർ ചാച്ചി പോതാ അടുത്ത ആള് സ്പെക്സ് ഇട്ടിട്ട് പോന്ന് ഉന്തി കൊടുത്തോ സ്പീഡിലോടെ തോന്നുന്നു ഇതൊക്കെയാ അങ്ങനെ ഡെസേർട്ടിൽ നിന്നെല്ലാം കഴിഞ്ഞ് മക്കളെ ഇവിടെ വന്ന് ഒരു കാമണി എത്ര മണിക്കൂറേ കാമണിക്കൂറേ ഷൂക്ലീനാക്കി ഇനി പിന്നെ ചെരുപ്പിട്ടുണ്ട് രക്ഷപ്പെട്ട് ഷൂവിനെ ക്ലീനാക്കിയിട്ട് വേറൊരു ക്യാമ്പിലെ ലൊക്കേഷൻ അയച്ചു വെച്ചിട്ടുണ്ട് ഇനി ക്യാമ്പിലേക്ക് പോട്ടെ അവിടെ നിന്ന് പറ്റുന്ന ബെല്ലി ഡാൻസ് അല്ലേ ബെല്ലി ഡാൻസും പിന്നെ ഫുഡെല്ലാം ഉള്ളത് ബാക്കി അവിടെ പോയിട്ട് കാണാം. വണ്ടി സ്റ്റാർട്ടാക്കി എവിടെയാ വന്നേ ഇനി പോകുന്നത് ഇവിടുന്ന് എന്നാ വേറെ ലൊക്കേഷൻ വെച്ച് വെച്ചിട്ടുണ്ട് ഡെസേർട്ട് ക്യാമ്പ് അവിടെ ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നു 32 കിലോമീറ്റർ ഉണ്ട് 25 മിനിറ്റ് അപ്പൊ അവിടെ പോയിട്ട് ചെന്ന് നോക്കല്ലേ എന്തായി ചാച്ചി സെറ്റായി ഫുൾ പവറാ മോളെ ഫുള്ള് പൊടിയാ ഗിഫ്റ്റ് കിട്ടിയല്ലേ എന്തുകൊണ്ടാണ് ഇവര് ഡെസേർട്ട് ഇവിടെ ക്യാമ്പ് ഇവിടെ കൊടുക്കാതെ ഇവിടെ നല്ല സ്ഥലമല്ലേ നമ്മളെ രണ്ടാമത്തെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് അവരയച്ചു തന്ന് ക്യാമ്പ് നട്ട സ്ഥലം എന്ന് പറഞ്ഞത് മരുഭൂമിന്റെ ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ പോകുന്നുണ്ട് ഇതുകൊണ്ട് ലൊക്കേഷൻ ഇവിടെ പോയിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞത് അതാണ് പോയി നോക്കട്ടെ അവസ്ഥ ചെറുതായിട്ട് പെട്ട് ഇവിടെ കുടുങ്ങി കാണിച്ചാണോ ഞാൻ വണ്ടി കുടുങ്ങിയില്ല അപ്പോ വണ്ടി എങ്ങാടെ വെച്ചിട്ട് ലൊക്കേഷൻ സൂപ്പർ ഉണ്ട് അപ്പോലെ കോഴിയിലോട്ട് ഇങ്ങനെ ഇത് മറിച്ച് വരുന്നുണ്ട് അങ്ങനെ ഞാൻ നല്ലോണം നിൽക്ക് പിന്നെ രണ്ടാമത് ലാൻഡ് ക്രൂസർ ഫോർച്യൂണറിൽ ഇവിടെ എത്തി അവനെ സൂപ്പർ അല്ലേ പിന്നെ കാണട്ടെ ചാമിനെ കെട്ടിട്ട് ബോറായ വന്ന് ഇങ്ങനെ ഇട്ടിട്ടാണ് ഇതാണ് ക്യാമ്പ് വരുന്നത് ഇവിടെ എത്ര പൈസ പോകുന്ന അറിയിച്ചല്ലേ എത്ര പൈസ പോയി 10 രൂപ 10 രൂപ വാങ്ങി അങ്ങനെ മാറ്റി വൈകി വെച്ച് ക്യാമ്പിലെത്തി വലിയ ഡാൻസ് ഉണ്ട് അപ്പോ അതെങ്ങനെ കുലുങ്ങുന്നത് വലിയ ഡാൻസ് എന്നാൽ ഓളം വെച്ചാൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോയി നോക്കാം അതാണുള്ള ഗുണം അല്ലേ ഫുഡിന് വേണ്ടി കാത്തിക്കരുത് അല്ലേ ഇനി എന്താവോ എന്തോ ഫുഡവിടെ കാണുന്നുണ്ട് ബാക്കി അറിയില്ല എന്ത് എനിക്ക് രസമുണ്ട് നമ്മളായിട്ട് രസമുണ്ട് ഒന്നും തിരിയുന്നില്ലേ പണ്ട് ഉപ്പാൻ്റെ അപ്പുറം മതി അങ്ങനെ
ഇത് നമ്മളോട് മാറിപ്പോയി. ഇവിടെ ഇങ്ങനെ ക്യൂല് വെച്ച് ഫുഡ് പോകണം. ഇത്ര ആളൊന്നുമില്ല അന്നേരം. അതാ VIP അതവിടെ 50 ദിവസം കൊടുത്താൽ VIP. ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് കഴിച്ചിട്ടല്ലേ ഫുഡ് കിട്ടി. മണം പെയ്യുന്നുണ്ട്. പിന്നെ സലാഡ് ചാച്ചി, സലാഡ് എന്തിനാ ഞാൻ വന്ന് റൈസാടെ ബാക്കിയുണ്ടേ. എന്ത് കോമഡിയാണ്. റൈസാണത്. റൈസ്, മന്തി റൈസ്, വൈറ്റ് റൈസ്, ബാക്കി എന്തെങ്കിലും ഉണ്ട് നോക്കട്ടെ. ബാക്കി എടുത്തിട്ട് പറയാം. തെക്കും തിരക്കും കൂട്ടിയിട്ട് സാധനം വാങ്ങിയിട്ടുണ്ട് അല്ലേ. ഫുഡ് എന്താ അഞ്ചെടുത്ത്? അയ്യോ സലാഡ് ഒരു പ്ലേറ്റും ഒരു ചോറും പാസ്തയും പിന്നെ സലാഡ്. പിന്നെ ഇഞ്ചെടുത്ത് ഇഞ്ച എന്താ അങ്ങനെ എല്ലാം കണക്കണേ. ഞാനെടുത്തതാ. ഞാൻ റൈസ് കൂടുതൽ കഴിക്കും, അതുകൊണ്ട് റൈസ് എടുത്ത്. ബാക്കി എന്താക്കാം പിന്നെ വേണം തന്നെ പോയി കഴിക്കല്ലേ. അവിടെ എല്ലാം സ്ഥലം ബാക്കിയിട്ട് പോയി വേണമെങ്കിൽ പോയി കഴിക്കാം. അപ്പോൾ നമ്മളെ പരിപാടി കൊടുക്കട്ടെ. വലിയ ഡാൻസിന് ശേഷം അറബിക് ട്രഡീഷണൽ ഡാൻസ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് അപ്പോൾ ഞാപ്പിയാ ഈ ഡാൻസ് ആണ് ഞാപ്പിയല്ലേ. അപ്പോൾ വലിയ ഡാൻസ് വരാനല്ലേ അതെ വാങ്ങി നോക്കാം. സംഭവം കൂടിയാണ്. ഫുഡ് ഏകദേശം കഴിയാനായി. ഫുഡെല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാ നല്ല ഫുഡായിരുന്നു. പിന്നെ ഡാൻസ് ആണ് കൊടുക്കുന്നത്. എന്താ അപ്പോ കാണുന്നേ? എന്താണ് അമ്മാന്റെ ഫാനാ? അമ്മാനെ കൊടുത്തു ജപ്പാൻകാരൻ കൊണ്ടുപോയി. നീ കൊടുക്കോ അപ്പോ? കൊടുക്കോ ജപ്പാനിലേക്ക്? ഇവരെ കുറെ നേരം നോട്ടിട്ടിട്ട് ചേട്ടാ അപ്പോ അമ്മാന്റെ ഇപ്പൊ കൊണ്ടു കൊടുത്ത് അങ്ങനെ ഫുള്ള് ഫാനാണ് അമ്മാന്റെ കളിയാണ്. അപ്പോ ഹാപ്പി ബർത്ത്ഡേ ടു യു. കഴിഞ്ഞില്ലേ ചാച്ചി? ഇനി ദുബായ് എക്സ്പോ കാണണം. ഒരു ടിപ്പ് ഉണ്ടല്ലോ മറ്റേടത്ത് പോണ്ടേ? ഏത്? ഷാർജ എന്താ ഫസ്റ്റ് പോയ ഡൂൺസ് അവിടെ പോകുന്നത് നഷ്ടമാണ്. അവരിപ്പോ രാത്രിയാണ് അത് പകലാണെങ്കിൽ അത്യാവശ്യം നല്ല റോഡല്ലേ. അവിടെ തന്നെ കണ്ട കൂടുതൽ വണ്ടി എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പോൾ ഡയറക്റ്റ് ഈ ക്യാമ്പിലേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഇപ്പോൾ ഡയറക്റ്റ് വരാണെങ്കിൽ 30 ഉറപ്പിട്ടുണ്ടാവും. എനിക്ക് അറിയില്ല. അപ്പോൾ അത് പേ ചെയ്തു നമ്മൾ റേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഫ്രീ എന്നാണ് പറഞ്ഞത്. ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഏത് വണ്ടി വേണേക്ക് അടിക്കുക പാവം പാവം വെറുതെ വേണ്ട. അപ്പൊ അങ്ങനെ ഓടും. ഞാനെണീക്കൂല കേട്ടോ, ഞാനെണീക്കൂല. അപ്പൊ ഉമ്മ നോക്കിയാണല്ലോ പോയത്. ഉമ്മാനെ പാപ്പനെ നോക്കിയേ എവിടെ പോയിനെ? ഉമ്മാനോ ആരാ പോന്നെ? ഇരിക്കുന്നില്ല.
എവിടെയുള്ളത്? വെറുതെ പോയി അബ്ര. വണ്ടി അനിയൻ കൂടെ അല്ലേ? അനിയന്റെ ചങ്ങായന. അപ്പൊ ഇവക്കൊരു പൂതി അബ്ര കാണണം. ഇനിയിപ്പോ ഇവിടുന്ന് നീ കുറച്ചുകൂടെ തിരിഞ്ഞു വെച്ചിട്ട് അബ്ര എടുത്തിട്ടില്ലേ, അപ്പുറത്ത് നേരെ പോയിട്ട് അനിയൻ നേരയിലേക്ക് വരുന്ന പറഞ്ഞത്. കാണിച്ചെടുത്ത് നമ്മളെന്ത് ചെയ്ത് പനക്കുട്ടി ഫുഡ് കഴിച്ച് കൊണ്ടാക്കി. അപ്പൊ ബാക്കി എന്താക്കാ ഇനി അബ്രപ്പം വല്ല കാണാല്ലേ? അബ്ര അറിയാതാക്കി കാണിച്ചു കൊടുക്കണം. ജസ്റ്റ് ഇവിടെ കാണിച്ചാ ആ വരുന്നതാണ് അബ്ര. അത് വഴി വരാതെ ആൾക്കാർ കണ്ടിട്ടിരിക്കണം. ദേശക്കാരൻ ബാബാ ഓനി ഉമ്മാന്റെ മോനി അല്ലേ? ഉമ്മാന്റെ മോനി. വാപ്പനെ കണ്ടോ? വാപ്പാനെ മോന്. ഉമ്മാനെ കണ്ടോ? ഉമ്മാനെ മോന്. അയ്യോ അതാ അതിന്റെ മേലെ ഇതുണ്ടേ. അമ്മാനോ ഹായ്. നല്ല രസല്ലേ ഇവിടെ? ഞാനും ആദ്യമായിട്ടാ, ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ടാ. ബൗണ്ടറി ഇല്ലാതെ. ഞാൻ പറഞ്ഞോണ്ടല്ലേ നിങ്ങൾ വന്നേ. പക്ഷെ തണുപ്പ് അല്ലേ? വല്ല കുത്തു തണുപ്പല്ല, ഏകദേശം നമുക്ക് സഹിക്കാൻ പറ്റും. ഒരു രസം. അങ്ങ് ചൂടുമല്ല അങ്ങ് തണുപ്പല്ല. അങ്ങക്ക് ചൂടായിട്ടുണ്ടെങ്കിൽ നിൽക്കാനും പറ്റില്ല. ആ അമ്മൻ എന്തിനാ പോന്നേ? ഇങ്ങോട്ട് പോന്നെയാ? ഇഷ്ടപ്പെട്ടിനാ? നടക്കണം. ഇവിടെ പോയി ഓനിക്ക് എല്ലാം നോക്കണം. അടാ അടാ ഇരിക്കടാ. വെറുതെ വെച്ച് പെട്ട് കഴിച്ചു. അപ്പോ വീഡിയോ ചെയ്തില്ല. ഓ വീഡിയോ ആസ്വദിക്കേണ്ട പരിപാടിയാ. നമ്മൾ ആസ്വദിക്കട്ടെ എന്നാ. ഓക്കെ ബൈ ദ ബൈ. എങ്ങനെയുണ്ട്? തണുക്കുന്നുണ്ടോ? ഇല്ല, സൂപ്പർ ഉണ്ട്. അങ്ങനെയാ? ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കൊണ്ടുപോയി ഇതിലോട്ട് ഇരുപത്തല്ലേ? അങ്ങനെ എങ്ങനെയുണ്ട് അപ്പു? സൂപ്പറാ. അവളിപ്പോ ബർത്ത്ഡേ എങ്ങനെയുണ്ട്? എല്ലാം സർപ്രൈസ് അല്ലേ? അങ്ങനെ നമ്മള് വറുത്ത് അങ്ങനെ നല്ല ഇളകി നല്ല രസമുണ്ടല്ലോ. ക്ലൈമറ്റ് സൂപ്പറാ. ബാക്കി പിന്നെ നമ്മൾ സമയം കഷ്ടത്തറ സമയം 2:42 ഇങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് അല്ലേ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത്. ഇത് യു എയിൽ മാത്രമല്ല സംഭവിക്കും അല്ലേ? ഡേറയിലെത്തിയിട്ടുണ്ട്. അപ്പൂ സങ്കട 6 മണിയാകുമ്പോഴത്തേക്കല്ലേ? അങ്ങനെ പൊളിച്ച 6 മണിയായി. ഞങ്ങൾ തിരിച്ച് നമ്മൾ തട്ടൊക്കെ എത്തിച്ചിട്ടുണ്ടല്ലേ? എല്ലായിടത്തിനാ സാധനം. വണ്ടി ഇതിൽ ഓർഡർ ഇറക്കുന്നുണ്ട്. റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എന്താക്കല്ലേ കിടന്നുറക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുക? ചെയ്യുമ്പോഴല്ലേ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ